വിദേശ ഫണ്ട് ആർക്കാണോ കിട്ടിയിരുന്നത് അവർക്ക് കിട്ടില്ല. അപ്പോൾ അവരിങ്ങനെ കുട്ടികളെ ഇളക്കി താങ്കൾ എല്ലാവരും അല്ല ഞാൻ പറഞ്ഞു, അവരിൽ ഒരു വലിയ വിഭാഗം, അതായത് ഒരു വ്യക്തിക്ക് കാശ് കിട്ടുന്നവരെ എനിക്കറിയാം. ഒരു വ്യക്തി ആ വ്യക്തി മാത്രം വിദേശ ഫണ്ട് ഉപയോഗിച്ച് തന്റെയും തന്റെ കുടുംബത്തിന്റെയും വിദേശ യാത്രയും മറ്റു കാര്യങ്ങളും പിന്നെ പേരിന് ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇടും. അവർക്ക് വേണ്ടി ഇങ്ങനെ കൂട്ടായ്മ ഉണ്ടാകുന്നു. ഇപ്പോൾ ദിമാഗി നക്സൽ എന്നുള്ള പ്രയോഗം പ്രധാനമന്ത്രി ഉണ്ടായ ഉടനെ തന്നെ ഇങ്ങനെ സാമൂഹ്യ മാധ്യമപ്പെടുന്നതിന് പിന്നിൽ ഇവരാണെന്നൊക്കെ പറയുമ്പോൾ കിരൺ റിജ്ജു പറഞ്ഞാലും ഉണ്ടാവും, ചന്ദ്രശേഖർ പറഞ്ഞാലും ഉണ്ടാവും. ശരി, രാഹുൽ എന്താണ് മഞ്ജുഷേ, എല്ലാവർക്കും അവസരം കൊടുക്കും. ഒന്ന്. രണ്ട്, എന്ത് വലിയ കള്ളമാണ് പറയുന്നതെന്ന് ആലോചിച്ച് നോക്കിയേ. 70,000 കോടി അനൌദ്യോഗികമായി വരുന്നു. പിന്നെ അജിത് ഡോവൽ എന്തിനാണ് ഈ നാട്ടിൽ ജീവിച്ചിരിക്കുന്നത്? എന്തിനാണ് അമിത്ഷാ ജീവിച്ചിരിക്കുന്നത്? അല്ല, യഥാർത്ഥത്തിൽ ഇവരുടെ പണി എന്താ? അതായത് ഔദ്യോഗികമായി നമ്മുടെ കണക്കെന്ന് പറഞ്ഞാൽ 22,000 കോടിയോളം രൂപയാണ്. ഈ 22,000 കോടി അല്ല, 70,000 കോടി എന്നാണ് ഇദ്ദേഹം ക്ലെയിം ചെയ്യുന്നത്. കൃത്യം പറഞ്ഞാൽ 22,963 കോടി രൂപയാണ് 16,200 ആക്റ്റീവ് FCRA അസോസിയേഷനിൽ നിന്ന് വരുന്നത്. യഥാർത്ഥത്തിൽ അത് 70,000 കോടി ഉണ്ടെങ്കിൽ പിന്നെ അമിത്ഷയും അജിത് ഡോവലും ഒക്കെ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? അതൊന്നുമല്ല, ഇത് സാറേ അങ്ങനെ ഭരണഘടന ദൂരെ കളയാൻ നോക്കുന്നത് അത് പറയുന്നതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ഈ രാജ്യത്തെ സംവിധാനങ്ങൾ നന്നാക്കാൻ ശ്രമിക്കുമ്പോൾ എന്തിനാണ് ഇവരിവിടെ നിൽക്കുന്നതെന്നാ ചോദിക്കുന്നത്. അതാണ് എനിക്ക് പറയാൻ മനസ്സിലാകാത്തത്. അതായത് അമിത്ഷായും നരേന്ദ്രമോദിയും ഈ പറഞ്ഞ പണം വരാതിരിക്കാനായി ചില നിയമങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിനെതിരെ വരുമ്പോൾ ഇവരെന്തിനായിരിക്കുന്നതെന്ന് ചോദിച്ചാൽ പോലീസ് ശക്തമായി ഇടപെടുമ്പോൾ രാഹുൽ പറയട്ടെ അപ്പം ബാക്കിയുള്ളവരുടെ സമയത്ത് കയറി സംസാരിക്കരുത്. രണ്ട്, വളരെ 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 രാഹുൽ പറയട്ടെ അദ്ദേഹത്തിന്റെ വാദം പറയട്ടെ. അറിയാമോ, ബ്രിട്ടീഷുകാർക്ക് മാറപ്പടി ചെയ്ത് അവരുടെ സ്റ്റേനാക്കിയും ചെരുപ്പാക്കിയും ഇന്ത്യ നേപ്പാളിലെ ഹിന്ദു രാജ്യത്തിന്റെ കീഴിലാണോ എന്ന് പറഞ്ഞ് തീവ്ര ഹിന്ദുത്വവാദികൾ അവര് തീർച്ചയായിട്ടും ഭരണഘടന അട്ടിമറിക്കാൻ നോക്കുന്നുണ്ട്. അവസരം കിട്ടിയ അവർ ചെയ്യുകയും ചെയ്യും. കാണാൻ പുരോഗമിച്ചിട്ടുണ്ടോ? അയാൾ പറഞ്ഞെന്താ അറിയാമോ? അവർക്കെതിരെ BJP ഇരിക്കുമ്പോൾ എന്നെ സാക്ഷിയിട്ടുണ്ട്. ഇസ്രായേലിനോട് ചേർന്ന് നേപ്പാളിൽ മറ്റൊരു ഹിന്ദു രാഷ്ട്രം വേറൊരു കൊടി കൊണ്ട് ഉണ്ടാക്കാൻ നോക്കിയെന്ന്. അങ്ങനെ തീവ്രവാദികളുണ്ട്. ഹിന്ദുത്വ തീവ്രവാദികളെ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അതുകൊണ്ട് ഒരു പക്ഷത്തെ മാത്രം മാറ്റി നിർത്തി ആരെല്ലാം രാജ്യദ്രോഹികളാണെന്ന് പറയുന്നതിന് യാതൊരു അർത്ഥവുമില്ല. ഇന്ത്യയിൽ ആ രീതിയിൽ MEA പറയുന്നത്, അതായത് MEA CJP പാർട്ടിയുടെ കാര്യത്തിൽ കൃത്യമായി പറയുന്നത് അവർക്ക് അങ്ങനെ വിദേശ ഫണ്ട് ലഭിച്ച യാതൊരു ഇൻഫർമേഷൻ ഞങ്ങളുടെ ഇല്ല എന്നാണ്. രണ്ട്, വേണുഗോപാൽ സാറിന് പറ്റുന്ന തെറ്റെന്താ അറിയാമോ? BJP ആണ് ഇന്ത്യയിൽ നിന്ന് തെറ്റിദ്ധരിക്കുന്നതാണ്. BJPക്കെതിരെ ഒരു ആരോപണമോ മൂവോ വന്നാൽ അത് ഇന്ത്യക്കെതിരെയാണ്. ഇത് BJPക്കാർക്ക് മാത്രമല്ല, പണ്ട് കോൺഗ്രസിനും ഉണ്ടായിരുന്നു. ഇന്ത്യയാണ് ഇന്ദിരാഗാന്ധി എന്ന് തെറ്റിദ്ധരിക്കുന്ന കോൺഗ്രസ്സുകാരുണ്ടായിരുന്നു. ഇന്ദിരാഗാന്ധിക്കെതിരെ ആരെന്തെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ പിന്നിൽ മുഴുവൻ വിദേശകരങ്ങളാണെന്ന് പറയും. അതൊക്കെ ബാലിശമായ ആർഗ്യുമെന്റ് ആണ്. നമ്മുടെ ജെൻസി അതൊക്കെ കേട്ട് ചിരിക്കുകയുള്ളൂ. യഥാർത്ഥത്തിൽ ഈ ജെൻസികളെ പ്രക്ഷോഭം നയിച്ചത്. ഇനി രണ്ട്, ജെൻസികൾ പറയാ, അവർക്ക് സ്വന്തമായി ബോധവും വിവരമൊന്നുമില്ലേ? അവർ അതിശക്തമായി പോരാടി ഫൈറ്റ് ചെയ്തുകൊണ്ടാണ് ധർമ്മേന്ദ്ര പ്രധാനൊക്കെ രാജിവെക്കേണ്ടി വന്നത്. ആ ജെൻസിയെ RSS പോലും ബഹുമാനത്തോടെ കാണുന്നു, മോദിജി ബഹുമാനത്തോടെ കാണുന്നു. പക്ഷെ തീവ്ര വലതുപക്ഷത്ത് നിൽക്കുന്നത് വളരെ മോശമായി കാണിക്കുകയാണ്. രണ്ട്, FCRA 2000 വർഷങ്ങളായി നമ്മുടെ ക്രിസ്ത്യാനികൾ നമ്മളോടൊപ്പം ഉണ്ട്. അതായത് പരിശുദ്ധ പാപ്പസി അല്ലെങ്കിൽ വത്തിക്കാനും റോമും ഉണ്ടാകുന്നതിന് 400 വർഷം മുമ്പ് മുതൽ നമ്മുടെ ക്രിസ്ത്യൻ സമൂഹം നമ്മുടെ കൂടെ ഉണ്ട്. ലോകത്തിലെ ആദ്യ ഓർഗനൈസ്ഡ് ക്രിസ്ത്യൻ സഭ നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ, ഇന്ത്യയിലാണ് ഒരുപക്ഷെ ഉണ്ടായിരിക്കുന്നത്. ക്രിസ്ത്യൻ സമൂഹം ചെയ്യുന്ന സേവനങ്ങൾ കാരണമാണ് നല്ലൊരു ശതമാനം ഹിന്ദുക്കളും മുസ്ലിങ്ങളും സ്കൂളിൽ പഠിച്ചത്. കേരളത്തിലെ ചരിത്രം എടുത്ത് നോക്കിയാൽ മതി. ചാവരപ്പിതാവ് ഉണ്ടായതിനു ശേഷമാണ് നമ്മുടെ ഹിന്ദു നവോത്ഥാന നായന്മാർ വരെ ഉണ്ടായത്. ആദ്യത്തെ സംസ്കൃത സ്കൂൾ തുറക്കുന്ന ചാവരപ്പിതാവാ. ഈ നാട്ടിൽ ഇത്രയധികം സേവനം, ഇത് മാത്രമല്ല, നോർത്ത് ഇന്ത്യയിലെ ഉൾഗ്രാമങ്ങളിൽ പോലും അവർ സേവനം ചെയ്യുന്നുണ്ട്. 1-2 പോയിന്റുകളിൽ വേണമെങ്കിൽ ആശയ വ്യത്യാസം പറയാം, ഉദാഹരണം മതപരിവർത്തനം അടക്കമുള്ള കാര്യങ്ങളിൽ. പക്ഷെ ക്രിസ്ത്യൻ സമൂഹം ചെയ്യുന്ന സേവനങ്ങളെ മുഴുവൻ സംശയത്തിന്റെ മുൾമുനയിൽ നിർത്താൻ മുസ്ലിം സമൂഹത്തെ ലവ് ജിഹാദ് ഉപയോഗിച്ച് മുൾമുനയിൽ നിർത്തുന്നത് പോലെ FCRA ഉപയോഗിച്ച് ക്രിസ്ത്യൻ സമൂഹത്തെ മുൾമുനയിൽ നിർത്താൻ നോക്കുക. എന്നിട്ട് ആരെങ്കിലും എതിരഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാം രാജ്യദ്രോഹികളാണെന്ന് പറയുക. ഇതിലൊന്നും യാതൊരു അർത്ഥവുമില്ല. BJP അല്ല ഇന്ത്യ, കോൺഗ്രസ് അല്ല ഇന്ത്യ, മോദി അല്ല ഇന്ത്യ, ഇന്ദിരാഗാന്ധി അല്ല ഇന്ത്യ, മഹാത്മാഗാന്ധി പോലും അല്ല ഇന്ത്യ. ഇന്ത്യ എന്ന മഹാരാജ്യത്തിലെ വ്യത്യസ്ത ധാരകളാണിവർ. ഈ ധാരകൾക്ക് അനുകൂലമായിട്ടും എതിരായിട്ടും ആൾക്കാർക്ക് അഭിപ്രായം പറയാനുള്ള റൈറ്റ് എല്ലാവർക്കും ഉണ്ട്. നേരത്തെ കേഴ്സൺ പ്രഭു പറയുന്നുണ്ടായിരുന്നല്ലോ, കേഴ്സൺ പ്രഭു ഇന്ത്യക്കാരെ വിഭജിക്കാൻ നോക്കിയപ്പോൾ ഇന്ത്യക്കാരെല്ലാം മഹാത്മാഗാന്ധിയോടൊപ്പമാണ് നിന്നത്. പക്ഷേ മഹാത്മാഗാന്ധിയെ കൊല്ലാൻ തീവ്ര ഹിന്ദുത്വവാദികളും ഗോഡ്സെയും മാത്രമാണ് ഉണ്ടായിരുന്നത്.
അപ്പൊ ഈ തീവ്ര ഹിന്ദുത്വ സ്പേസിൽ നിന്ന് കള്ളം പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പകരം നമ്മുടെ നാട്ടിൽ എതിരഭിപ്രായങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ ബഹുമാനത്തോടെ കാണുക, എൻഗേജ് ചെയ്യുക. മോഹൻ ഭഗവത്ജി അതല്ലേ ചെയ്യുന്നത്, മോദിജി അതല്ലേ ചെയ്യുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ടി ജി മോഹൻദാസ് അടക്കമുള്ള ആൾക്കാർക്ക്, വേണുഗോപാൽ സാർ അടക്കമുള്ള ആൾക്കാർക്ക് ഈ തീവ്ര വലതിൽ നിന്നൊരു പൊസിഷൻ എടുക്കേണ്ട ആവശ്യം? മുഖ്യധാര സംഘടനയായ RSSഉം പ്രധാനമന്ത്രി ഞാൻ രാജ്യദ്രോഹികളെ പറയുമ്പോൾ നിങ്ങൾ അത് കുട്ടികളാണെന്ന് പറയുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അതെന്തിനാണ് പറയുന്നത്? അപ്പൊ അതിനകത്ത് വേറെ അജണ്ട ഇല്ലേ? അതായത് രാജ്യദ്രോഹി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ കുട്ടികൾ മുഴുവൻ രാജ്യദ്രോഹികളാണെന്ന് പറഞ്ഞാൽ അവർ ഈ കാര്യം പറഞ്ഞുകൊണ്ട് അവരെതിരാവണം. അതല്ലേ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? രാജ്യദ്രോഹികൾ എന്ന ഒരു വാക്ക് പറഞ്ഞാൽ ഉടനെ ഈ കുട്ടികളെ മുഴുവൻ രാജ്യദ്രോഹി. ഇപ്പൊ മോഹൻ വർഗീസ് സാറും അത് പറഞ്ഞു, കുട്ടികളെ അങ്ങനെ കാണരുത്, അവരുടെ ബുദ്ധിയെ അങ്ങനെ പരീക്ഷിക്കരുത്. അതല്ല പറഞ്ഞത്. നിങ്ങൾ നറേറ്റീവ് നിങ്ങൾക്കുണ്ടാക്കാം, മറ്റാർക്കും അഭിപ്രായം പറഞ്ഞാൽ അത് നറേറ്റീവായിട്ട് നിങ്ങൾക്ക് ചിത്രീകരിക്കുകയും വേണം. അതിനെന്ത് ശരിയല്ല. നിങ്ങൾക്കൊരു നറേറ്റീവ് ഉണ്ടാക്കാം. ആര് സമരം ചെയ്യുന്നു അവരെല്ലാം ദേശഭക്തര്. ആര് ഇന്ത്യക്ക് ശരി നിർത്തുക, രണ്ടുപേരും നിർത്തുക. ശ്രീ മോഹൻ വർഗീസ്, ഇവിടെ ഈ പേരിൽ തന്നെ ഒരു പ്രശ്നമുണ്ടല്ലോ. ഇപ്പോൾ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പേരാകുമ്പോൾ ഈ പാറ്റകളുടെ പേരായതുകൊണ്ട് അതിന് ഒരു പരിഹാസ അർത്ഥത്തിലേക്ക് പോയിരുന്നു. പക്ഷെ ഇവിടെ നക്സൽ എന്നുള്ള പേര് ഉപയോഗിച്ചിരിക്കുകയാണ്. അതിനെന്താണ് കുഴപ്പം? നക്സൽ ബാരി എന്നത് പശ്ചിമ ബംഗാളിലെ ഒരു പ്രദേശമല്ലേ? അവിടെ ഉണ്ടായ ഒരു മൂവ്മെൻറ്റ് നക്സലിസം, നക്സലൈറ്റ്സ് എന്ന് വിളിച്ചു. അത് നിയമവിരുദ്ധമായി പ്രവർത്തിക്കുമ്പോൾ, ആയുധമെടുത്ത് ഭരണഘടനയെ അംഗീകരിക്കാതെ പോരാടുന്ന രീതിയിലേക്ക് പോകുമ്പോൾ അത് നിരോധിക്കപ്പെട്ടു. അതല്ലേ ന്യായം? പക്ഷേ അത് തിരിച്ചു കൊണ്ടുവരികയാണ്. അത് തിരിച്ചു കൊണ്ടുവരികയാണെങ്കിൽ ഈ കുട്ടികൾ ഇതുമായി ബന്ധപ്പെട്ടവർ ആയുധമെടുത്തിട്ടില്ല. അവർ ആവിഷ്കരിച്ചിട്ടേ ഉള്ളൂ. അവർ പരിഹാസം, സർക്കാസമാണ്. ഈ സർക്കാസമൊക്കെ ഒന്ന് ഉൾക്കൊള്ളാനുള്ള ഒരു ഹൃദയവിശാലത ഉണ്ടാവണ്ടേ? ഉടനെ രാജ്യദ്രോഹം എന്ന് പറഞ്ഞാൽ പിന്നെ ഡിബേറ്റ് ഉണ്ടാവില്ലല്ലോ. പണ്ട് കാലം ശ്രീ മഞ്ജുഷ്, രാജഭരണം, ഉഗ്രമായ രാജഭരണം ഉണ്ടായിരുന്ന കാലം മുതൽ ഈ രാജാവിനെതിരെ നീങ്ങുമെന്ന്, നാളകളിൽ നീങ്ങും എന്ന് ചിന്തിക്കുന്നവരെ രാജ്യദ്രോഹികളാണ്. അവർ രാജാവിനല്ല രാജ്യത്തിനെതിരാണ് എന്ന് ചാപ്പ കുത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ എളുപ്പമാണ്. കുറച്ചുകൂടി ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ആരും അങ്ങനെ ഇപ്പോൾ BJP-യുടെ ഭാഗത്ത് നിന്നാണെങ്കിൽ പോലും രാജ്യദ്രോഹികൾ എന്ന വിശേഷണത്തിലേക്ക് വന്നില്ല. കാരണം ആദ്യ അനുഭവത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? ഇത് വലിയ BJP എന്ന പാർട്ടി ഒരുപാട് അധ്വാനിച്ചു. കാരണം ഒരു ഇന്ത്യ ഒരുമിച്ച് നിർത്താൻ, ദേശീയത മുന്നോട്ട് കൊണ്ടുവരാൻ പോസിറ്റീവായി ചെയ്തൊരു കാര്യമാണ്. അതിന് ഈ രാജാവിനേക്കാൾ രാജഭക്തിയുള്ള ചിലരുണ്ട്. അവർ പറയുകയാണ്, ഇല്ല, എന്ത് മാറ്റം വന്നാലും, എന്ത് മുദ്രാവാക്യം ഇവിടെ മുഴങ്ങിയാലും, ആസാദി എന്ന മുദ്രാവാക്യം മുഴങ്ങിയാലും അതിൽ രാജ്യവിരുദ്ധതയുണ്ട്. ആസാദി എന്ന് പറയുന്നത് എവിടെയാണ് രാജ്യവിരുദ്ധത? സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ വിദേശ ശക്തികളിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്നല്ല, ആഭ്യന്തരമായ അടിച്ചമർത്തലുകളിൽ നിന്നും ആവിഷ്കാര സ്വാതന്ത്ര്യം വേണം എന്ന് പറയുമ്പോൾ അതെങ്ങനെ രാജ്യദ്രോഹമാകും? അത് മാത്രമല്ല, ഇവിടെ പലർക്കും ഒരു ധാരണയുണ്ട്, പാർട്ടികളാണ്, പൊളിറ്റിക്കൽ പാർട്ടീസാണ് ജനാധിപത്യത്തിൻ്റെ അണിക്കല്ല്. അല്ല, ഞാൻ രാഷ്ട്രീയ വിമർശനം പഠിപ്പിക്കുന്ന ആളാണ്. പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ട്, സോഷ്യൽ ഗ്രൂപ്പ്സ് ഉണ്ട്, സമ്മർദ്ദ ഗ്രൂപ്പുകളുണ്ട്. ഇതെല്ലാം ചെയ്യുന്നത് പൊളിറ്റിക്കൽ പ്രക്രിയയാണ്. ഈ ഭവനത്തിലെ കാര്യങ്ങൾ ഉൾപ്പെടെ എവറി ഹ്യൂമൻ ആക്ടിവിറ്റി ഈസ് പൊളിറ്റിക്കൽ. അപ്പോൾ ഇതിനകത്ത് രാഷ്ട്രീയ കക്ഷികൾക്ക് മാത്രമേ അഭിപ്രായം പറയാനാവൂ, രാഷ്ട്രീയ കക്ഷികൾക്ക് മാത്രമേ സംഘടിക്കാനാവൂ, മറ്റ് ഗ്രൂപ്പുകൾക്ക് സംഘടിക്കാനാവില്ല എന്ന് പറയുമ്പോൾ ജനാധിപത്യത്തെ നമ്മൾ കാണുന്നത് കുറച്ചുകൂടെ വിശാലമായ അർത്ഥത്തിലാവണം എന്ന അഭിപ്രായം എനിക്കുണ്ട്. ഇതിൽ പ്രതിപക്ഷ പാർട്ടികൾക്ക് മാറി നിൽക്കാനും കഴിയില്ല. കാരണം CJP ആദ്യം പ്രതിപക്ഷ പാർട്ടികൾ പിന്തുണച്ചില്ലായിരുന്നുവല്ലോ. കോൺഗ്രസിന്റെ അന്നത്തെ നിലപാട് എന്ന് പറയുന്നത് ഇത് BJP-യുടെ B ടീമാണ് എന്നായിരുന്നു. BJP തന്നെയാണ് ഈ CJP ഉണ്ടാക്കിയിരിക്കുന്നത് എന്നായിരുന്നു. പക്ഷേ ഇവിടെ വളരെ ശ്രദ്ധയോടുകൂടിയാണ് പ്രതിപക്ഷ പാർട്ടികളും തുടക്കത്തിൽ തന്നെ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് അല്ലേ? അവരോടൊപ്പമാണ് എന്നുള്ള സന്ദേശം നൽകുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.